ये है मेरी कहानी. This is the Kerala story. 2016 അവസാനം നവംബർ ഡിസംബർ ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നുണ്ട്, ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് എൻ്റെ ഓഫീസിൽ വന്നു. ബിന്ദു സമ്പത്ത് എന്നാണ് ഈ മാഡത്തിന്റെ പേര്. ഇവർ വളരെ നല്ല ഫാമിലിയിൽപ്പെട്ട ആറ്റുകാലിന്റെ അടുത്ത് ആറ്റുകാൽ ടെമ്പിളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെ ഉള്ള ഒരു ലേഡിയാണ്. വളരെ സങ്കടമായിട്ട് ഇവരുടെ മകളുടെ കാര്യം എന്നോട് പറഞ്ഞു. നിമിഷ എന്നാണ് പേര്. കുറെ പടങ്ങളൊക്കെ കാണിച്ചു. നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണ്. വെളുത്ത നല്ല തുടുത്ത നല്ല മുഖമുള്ള സുന്ദരി കുട്ടി. ഈ മോള് BDSന് പഠിക്കുകയായിരുന്നു കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന കോളേജിൽ. അവിടെ വെച്ച് ഈ കുട്ടി ഒരു ട്രാപ്പിൽ പെടുകയും പിന്നീട് ഈ കുട്ടിയെ കാണാതാവുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ മോളെ ഇതുപോലെ കടത്തിക്കൊണ്ടുപോയി, എന്നെ ഒന്ന് രക്ഷിക്കുമോ, മോളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിക്കാനാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ DIG ആയിട്ടും IG ആയിട്ടും ഒക്കെ എറണാകുളത്ത് ഇരിക്കുമ്പോൾ തൊട്ട് ഇതുപോലെയുള്ള മിസ്സിംഗ് കുട്ടികളുടെ പെൺകുട്ടികളുടെ കണക്കുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. പല കുട്ടികളും ഹിന്ദുക്കള്, ചില കുട്ടികളെ ക്രിസ്ത്യൻസ്, പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ആവശ്യമുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ, അതായത് ഈ തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാമെന്നൊക്കെയുള്ള ധാരണ കൊണ്ടും ആയിരിക്കാം. എന്തെങ്കിലും എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടോ ബോംബ് ഉണ്ടാക്കാനോ IT കമ്പ്യൂട്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഡെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനോ അസുഖം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാനോ ഒക്കെയുള്ള ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് ചെയ്യൂ എന്നൊരു ആശയം ഈ ആൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ, ചില സെന്ററുകളുണ്ട്. സലാഫി സെന്റർ എന്ന് പറയും. തിരുവനന്തപുരത്ത് വേണമുണ്ട്, സ്റ്റാച്യൂവിൽ ഒരു സലാഫി സെന്റർ ഉണ്ട്. എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച് ചില സ്ഥലങ്ങളിൽ, ചില ജില്ലകളിൽ 2-3 എണ്ണം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച്, ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് അത് അവർ തിരഞ്ഞെടുത്ത് അവർ തന്നെ എന്തൊരു ഡയറക്റ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന പോലെ സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു. കാണാൻ കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ഇതുപോലെ ചിന്തകൾ നിറയ്ക്കും. നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പതിച്ച് കൊടുക്കുകയും, ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല രൂപ കൊടുക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ പൈസയൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാശിങ്ങനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് പല സോഴ്സുകളിലൂടെയും. അത് വെച്ചിട്ടാണ് ഇവർ ഈ ട്രെയിനിങ് നടത്തുന്നതും. ആൺകുട്ടികളെ, മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ, നല്ല കാണാൻ ഭംഗിയുള്ള സുന്ദരന്മാരായിട്ടുള്ള ആൺകുട്ടികളെ അവരെ റിക്രൂട്ട് ചെയ്യും. എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത്, മാനേജ്മെന്റ് കോട്ടായിലോ സീറ്റുകളിലോ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ല. ഇതുപോലെയുള്ള മറ്റ് മതത്തിലുള്ള പെൺകുട്ടികളെ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവരെ വളച്ചെടുത്ത് ഇവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു. എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവരെ പഠിപ്പിച്ചു വിടുന്നു. അതിനുശേഷം ഇവര് പ്രണയം നടിച്ചാൽ, ശരിക്കുള്ള പ്രണയമാണെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല. കല്യാണം കഴിച്ചാൽ പോരെ. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവർ കണ്ടീഷൻസ് വെക്കുന്നു. ഇവർ പറയുന്നു, ഞങ്ങളുടെ മതം അനുസരിച്ച് നീ മതം മാറണം, നിന്റെ പേര് മാറ്റണം, നീ മുഖത്തൂടെ പർദ്ദ ഇടണം, തട്ടം ധരിക്കണം. കൂടാതെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി, മലപ്പുറം ജില്ലയിലുള്ള ഒരു കോട്ട പോലെ ഒരു സ്ഥലമാണ്, അവിടെ പോയി നീണ്ട ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സ് മുഴുവൻ പാസ്സായാൽ മാത്രമേ ആ ഒരു തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് വരികയുള്ളൂ. അപ്പൊ അതിന് കൊണ്ടുപോയി ചേർക്കുന്നു. വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഭക്ഷണമെല്ലാം മാറ്റി മാംസവും അതുമൊക്കെ കൊടുത്തു തുടങ്ങുന്നതുമൊക്കെ. ഇപ്പൊ പലർക്കും അതൊക്കെ അരോചകമാവാറുണ്ട്. അവിടെ നിന്നൊക്കെ ഓടിപ്പോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് വെച്ച് തന്നെ IG ആയിട്ടിരുന്നപ്പോൾ 2 പെൺകുട്ടികള്, ഷെറിൻ എന്ന പേരുള്ള ഒരു പെൺകുട്ടികൾ, മറിയ എന്ന പേരുള്ള 2 ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളെ കല്യാണം കഴിച്ച് പേര് മാറിപ്പോയതായിട്ട് അവരുടെ പേരൻസ് വന്ന് പറഞ്ഞ് കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ ഇവരെ കാണുന്നില്ല, ഇവരെവിടെയോ പോയി കഴിഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും ഇവർ ആദ്യമേ തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ രീതിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വിത്തിൻ മന്ത്സ് അവർ പ്രഗ്നന്റ് ആവും. പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ ആ ബോണ്ട് വരും. ഭർത്താവായിട്ട് പിന്നെ പിരിയാൻ പറ്റാത്ത ഒരു ബന്ധം വരുമല്ലോ, കുഞ്ഞും കൂടെ ആയില്ലേ. അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഈ ബിന്ദു സമ്പത്ത് എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് സംശയിക്കണം എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. ശരിയാണ്, ശരിയായിരിക്കാം, കാരണം ഇത് നടക്കുന്നുണ്ട് എന്നുള്ള
കാര്യം എനിക്ക് അറിയായിരുന്നു മുമ്പ് നടന്നിട്ടുള്ളത് കൊണ്ട്. ആക്ച്വലി ബിന്ദു വന്നപ്പോൾ എന്നോട് മുഴുവൻ കഥയും വ്യക്തമായ രീതിയിൽ പറഞ്ഞില്ല. അതായത് കല്യാണം കഴിച്ച കാര്യം ബിന്ദുവിന് അറിയാമായിരുന്നു എന്നും മോള് പർദ്ദ ഇട്ടുകൊണ്ട് പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളതും മോളും അമ്മയുമായിട്ട് ഇതിനെക്കുറിച്ച് പലവട്ടം ചാറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഈ കുട്ടിക്ക് വേറൊരു പയ്യനുമായിട്ടായിരുന്നു ആദ്യം അടുപ്പം, ഒരു മുസ്ലിം പയ്യനുമായിട്ട്. അതിൻ്റെ ഒരു ഗർഭം മനസ്സിപ്പിക്കുകയും പിന്നീടാണ് വേറൊരു മുസ്ലിം പയ്യനുമായിട്ട് കല്യാണം കഴിക്കുന്നതെന്നും സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഗ്രൗണ്ട് ആണെന്നും ഒക്കെയുള്ള വിവരമൊക്കെ എന്നോട് മറച്ചു വെച്ചിരുന്നു. ഇതൊക്കെ ബിന്ദുവിനെ അറിയായിരുന്നു. ഒരു നിസ്സഹായയായ അമ്മ എൻ്റെ മോളെ പെട്ടെന്ന് കാണുന്നില്ല, മോളെ ആരെ കല്യാണം കഴിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, മോൾ എങ്ങനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ളത് അറിയില്ല, മോള് കൺവേർട്ട് ആയോ എന്നുള്ളതും അറിയില്ല, കാണുന്നില്ല, അവർ ചിലപ്പോൾ ട്രാപ്പിൽ പെട്ടതായിരിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ അപ്പോഴേക്കും കാര്യമൊക്കെ വളരെയധികം അതിക്രമിച്ച് പോയിരുന്നു. ഏകദേശം ഒരു 5-6 മാസങ്ങൾക്കോ 8 മാസങ്ങൾക്കോ മുമ്പ് തൊട്ട് തുടങ്ങിയ സംഭവങ്ങളാണ്. ആ സമയമായപ്പോഴേക്കും വൈകിപ്പോയി. ശ്രീലങ്കയിൽ പോകണു എന്നുള്ള മട്ടിൽ മോള് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീലങ്കയിൽ ഏതോ ഒരു പള്ളി കാണാനായിട്ട് പോകണം, ആ സമയത്ത് കുട്ടി ഗർഭിണിയുമായിരുന്നു എന്നുള്ളതും ബിന്ദുവിന് അറിയായിരുന്നു. പക്ഷെ എന്നോട് അതൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഞങ്ങളിത് എല്ലാ എയർപോർട്ടുകളിലും കൊടുത്ത് ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് ഓൾറെഡി പോയിട്ട് 1 മാസത്തിൽ ഏകദേശം അത്രയും ആയിട്ടുണ്ട്. റൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ ഇവർ നേരെ ശ്രീലങ്കയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്നാണ് സിറിയയിലേക്കോ ഇറാഖിലേക്കോ പോവുക. അപ്പം അങ്ങനെയുള്ള ഒരു പാതയിലൂടെയാണ് ഈ കുട്ടിയും സഞ്ചരിച്ചിരിക്കുന്നത് എന്ന IBയുടെയും കൂടെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴേക്കും ഇവർ പോയി കഴിഞ്ഞിരുന്നു. പോയാൽ പിടിച്ചാക്കിയിട്ടില്ലല്ലോ. അതിനുശേഷം ബിന്ദു പത്രത്തിലൂടെയും TV-യിലൂടെയും ഒക്കെ വന്ന് എനിക്കെതിരെ ഒരുപാട് അപവാദം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാൽ അതിനെ തടയാൻ പറ്റുമായിരുന്നു, എന്നെ നേരത്തെ അറിയിച്ചിരുന്നു, ഞാൻ അതിന് നിസ്സംഗത പുലർത്തി, ഞാൻ അന്വേഷിച്ചില്ല, കുട്ടിയെ പോകാൻ അനുവദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ രേഖകൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ബിന്ദു എനിക്ക് കൊണ്ടുതന്ന പരാതിയുടെ ഡേറ്റ്, ഈ കുട്ടി യാത്ര ചെയ്തു പോയതിന്റെ ഡേറ്റ്, അതിന്റെ അന്തരം. കൂടാതെ ബിന്ദുവിന്റെ ഫോൺ കോളിൽ പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ ഈ കുട്ടിയും ബിന്ദുവുമായിട്ടുള്ള ഒരുപാട് ചാറ്റുകളാണ്. അമ്മയുമായിട്ട് അതിന് നല്ലൊരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ അതിന്റെ സ്വന്തം അച്ഛനല്ല, അമ്മയുടെ ആദ്യ ഭർത്താവിന്റെ മോളാണ് ഈ കുട്ടി എന്നാണ് മനസ്സിലായ വിവരം. അതെപ്പോഴും അമ്മ ഇങ്ങനെ വെളിയിൽ പോയ ശേഷവും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന സ്ഥലത്തെത്തി മറ്റേ സ്ഥലത്തെത്തി എന്ന്. പക്ഷെ പറയുന്ന മുഴുവൻ സത്യമായിരുന്നില്ല. ഇതിനേക്കാളും ഒക്കെ ഏറെ വിചിത്രം എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ടു പോകുന്ന പയ്യന്മാരും അവരും കരുക്കളാണ്. പലപ്പോഴും അവരും നിസ്സഹായരാണ് ഇതിനകത്ത്. ചില ക്രിസ്ത്യൻ പയ്യന്മാരെ മുസ്ലിമാക്കി മാറ്റിയ ശേഷം അവരെയും ഇതുപോലെ മുസ്ലിം പേരുകൾ കൊടുത്ത് ഈ കുട്ടിയെ രണ്ടാമത് കല്യാണം കഴിച്ച പയ്യൻ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഫാത്തിമ എന്ന, ഇപ്പൊ നിമിഷ ഫാത്തിമ എന്ന് നമ്മൾ അറിയപ്പെടുന്ന കുട്ടി ഇപ്പൊ അവിടെ ഒരു ജയിലിൽ കിടക്കുകയാണ് സിറിയയില്. ആ കുട്ടിയുടെ കുഞ്ഞും ഭാവിയും അവിടെ കിടക്കുകയാണ്. രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന് താല്പര്യമില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കാനായിട്ട് അവിടുത്തെ സർക്കാരിനും താല്പര്യമില്ല. കാരണം രണ്ടുപേരുടെ കണ്ണില് ഈ കുട്ടി തീവ്രവാദ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ട കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഒരുപാട് സമയമെടുക്കും. ആരിടപെട്ടാലും അതിന്റെ നിയമങ്ങളും നിയമത്തിന്റെ കുരുക്കുകളും ഇന്റർനാഷണൽ റിലേഷൻസും എല്ലാം ബാധിച്ചു കിടക്കുന്ന കാര്യമാണ്. പെൺകുട്ടിയെ ആദ്യമായിട്ട് പ്രണയിച്ച് കീഴ്പ്പെടുത്തി വശീകരിച്ച് ഗർഭിണിയാക്കിയ ആദ്യത്തെ പയ്യൻ, പിന്നീട് കുഞ്ഞിനെ ഗർഭാലസം നടത്തി കഴിഞ്ഞ ആ പയ്യൻ മുസ്ലിമാണ്. പക്ഷെ രണ്ടാമത് ഈ കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ പയ്യൻ ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനി പയ്യൻ പിന്നെ മുസ്ലിമായിട്ട് മാറി. ബിക്സൺ എന്നോ മറ്റോ ആയിരുന്ന ക്രിസ്ത്യൻ പയ്യൻ ഈസ എന്ന പേരെടുത്ത് പിന്നീട് ഇഷ്ടംപോലെ കാശ് ഈ സംഘടന കൊടുത്ത് അതിൽ നിന്ന് ആണ് മുസ്ലിമായ ശേഷം ഈ കുട്ടിയെ കൊണ്ടുപോയി മതം മാറ്റിച്ച്. അങ്ങനെയൊക്കെയാണെങ്കിൽ വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പൊ ഇതെല്ലാം വെളിയിൽ വരുന്നത് ഈ ഒരു സമയത്താണ്. ഇപ്പോഴും അത് നടക്കുന്നതാണ്. ഈ ഏജൻസികൾ, ഈ സലഫി സെന്റേഴ്സ്, ഈ സത്യസരണി എന്ന് പറയുന്ന സാധനം, അതൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നതിൽ അതീതമായിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. അതവിടെ നമ്മൾ ക്ലോസ് ചെയ്യിച്ചാൽ വേറൊരെണ്ണം പൊങ്ങി വരും. ഇങ്ങനെ ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവത്തിലൂടെ ഒരു ടെറർ ഉണ്ടാക്കിയ ആളുകളെ എല്ലാവരെയും കൺവേർട്ട് ചെയ്യുകയും കുറെ കുട്ടികൾ, അവർക്ക് ആളുകൾ വേണമല്ലോ, ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ ദേ നീഡ് പീപ്പിൾ ടു വർക്ക് വിത്ത്. അപ്പൊ ഇതുപോലെയുള്ള ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാനായിട്ട് ചെറിയ പ്രായം തൊട്ട് എടുത്തു തുടങ്ങിയാൽ നല്ലതല്ലേ എന്നുള്ള വിശ്വാസത്തിലാണ് ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോയി വളരെ പ്രായം കുറഞ്ഞ 18, 19, 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെയാണ് അവർ ട്രാപ്പ് ചെയ്ത് വീഴ്ത്തുന്നത്. ഇതെന്താ ചെയ്താൽ എല്ലാവരും ചെയ്യുന്നല്ലേ, എനിക്ക് ചെയ്താൽ എന്താ, ഞാൻ പ്രണയം കൊണ്ടല്ലേ ചെയ്യുന്നത്, എവറിത്തിങ് ഇസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഒരു വൃത്തിയായിട്ട ചൊല്ലാണത്, എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു ചൊല്ലാണ്. അതായത് യുദ്ധം വന്നാലും പ്രണയം വന്നാലും നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുന്നു എന്ന് പറയുന്നത് ശരിയല്ല.
യുദ്ധവും ശരിയല്ല, പ്രണയത്തിന്റെ ആ ഒരു അതിർവരമ്പുകളും ശരിയല്ല, അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്നതും ശരിയല്ല. ഇപ്പൊ ഏത് പേരാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചാൽ, ലവ് ജിഹാദോ വേറെ എന്തെങ്കിലും ജിഹാദോ എന്ത് ഉപയോഗിച്ചാലും ഇതുപോലെയുള്ള ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതുപോലെ ദുഷിച്ച ഒരു പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കുടുംബത്തിലുള്ളവരും അമ്മമാരും പെൺകുട്ടികളും ഒക്കെ മനസ്സിലാക്കും.